ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജശ്രീ വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ A4 EVS ചലഞ്ചിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ ആൻസറോട് കൂടിയാണ്, ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ ഉള്ളത് എന്ന് നോക്കാം. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ജീവകം സിയെ കുറിച്ച് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണെന്ന് പഠിച്ചു. കൂടാതെ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണെന്നും കൂടെ പഠിച്ചു. ഇനി ജീവകം സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് സ്കർവി എന്ന് പറയുന്ന രോഗം. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. പ്രായപൂർത്തിയായ ഒരാളുടെ നാഡീസ്പന്ദനത്തിന്റെ തോത് 1 മിനിറ്റിൽ എത്രയാണ്? പ്രായപൂർത്തിയായ ഒരാളുടെ നാഡീസ്പന്ദനത്തിന്റെ തോത് 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. പഠിച്ചു വയ്ക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ എന്ന് വന്നതാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യനിലെ മക്കളെ ഇത് PYQ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അത് PYQ എന്ന് തന്നെ സൈഡ് ഞാൻ എഴുതിയ പോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഇതും പ്രീവിയസ് ആണ്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ഒരാളുടെ നാഡീസ്പന്ദനത്തിന്റെ തോത് 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. പഠിച്ചു വയ്ക്കുക. അടുത്തത് ലോക ക്ഷയരോഗ ദിനം എന്നാണ്. മാർച്ച് 24 ഓക്കെ. ജലദിനം എന്നാണ്, മാർച്ച് 22 ലോക ക്ഷയരോഗ ദിനം എന്നാണ്, മാർച്ച് 24 ഓക്കെ. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 അതവിടെ കണക്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കാം. മാർച്ചിലെ 22ഉം 24 ഓക്കെ. ലോക ജലദിനം മാർച്ച് 22, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം. പോഷണം നമ്മുടെ പ്രക്രിയ പ്രോസസ് നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആഹാരം സ്വീകരിക്കണം അല്ലെ. അപ്പൊ പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. ഇത് PYQ ആണ്. ലോക ക്ഷയരോഗ ദിനം എന്ന് പറയുന്നത് മാർച്ച് 24. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണം. അപ്പൊ ഒന്നുകൂടെ, ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. പ്രായപൂർത്തിയായ ഒരാളുടെ നാഡീസ്പന്ദനത്തിന്റെ തോത് 1 മിനിറ്റിൽ 72 തവണയാണ് എന്ന് പഠിച്ചു വെക്കുക. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണമാണെന്ന് പഠിച്ചു വെക്കുക. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം ഏതാണ്? നമ്മുടെ തലമുടി തൊട്ട് കാൽപാദം വരെ മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം എന്ന് പറയുന്നത് പല്ലാണ്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം എന്ന് പറയുന്നത് പല്ലാണ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവം എന്നറിയപ്പെടുന്ന ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം PYQ ആണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എന്ന് പറയുന്നത് 4. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം PYQ ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഏതാണ്? ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. പ്രായപൂർത്തിയായ ഒരാളുടെ നാഡീസ്പന്ദനത്തിന്റെ തോത് 1 മിനിറ്റിൽ 72 സെക്കൻഡ് ആണെന്ന് പഠിച്ചു വെക്കുക. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സമ്പാദനമാണ് എന്ന് പഠിച്ചു വെക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്നും പഠിച്ചു വയ്ക്കുക. അടുത്തതാണ്, മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്നറിയപ്പെടുന്നത്. അടുത്തത്, നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം. നമുക്കറിയാം അല്ലെ, നമ്മുടെ സ്പൈനൽ കോഡ് എവിടെ നിന്നാ പോകുന്നത്? മസ്തിഷ്കം. നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് മസ്തിഷ്കമാണ്. നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. 2020 ലോകം നേരിട്ട ഏറ്റവും മാരകമായ രോഗം ഒരു PYQ ആണ്. 2020 ലോകം നേരിട്ട ഏറ്റവും മാരകമായ രോഗമാണ് COVID-19. 2020 മുമ്പേ നമ്മൾ നേരിടാൻ തുടങ്ങി. പക്ഷെ ഇതൊരു PYQ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ അതുപോലെ എടുത്തതാണ്. 2020 ലോകം നേരിട്ട ഏറ്റവും മാരകമായ രോഗമാണ് COVID-19 എന്ന് പറയുന്നത്. അടുത്തത്, ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവമാണ് കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവമാണ്. നമ്മൾ പഠിച്ചിരുന്നു കരളിനെ ബാധിക്കുന്ന, അതായത്
കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവമാണ് കരൾ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങള്, വൈറസ് പരത്തുന്ന രോഗങ്ങള്, പകർച്ചവ്യാധികൾ, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് നോക്കാനുള്ളതാണ്. ഓർത്തു വെച്ചോളുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിലേക്ക്, എക്സാമിലേക്ക് കയറി ചെല്ലാൻ. ഓക്കെ, അപ്പൊ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയയാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവമാണ് കരൾ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം എന്ത് രോഗമാണ്? ഒരു വൈറസ് രോഗമാണ്. ഓക്കെ, അപ്പൊ എലിപ്പനി ബാക്ടീരിയൽ രോഗമാണെന്ന് പഠിച്ചു വെക്കുക. നിപയ്ക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. നിപ വൈറസ് തന്നെയാണ് അറിയപ്പെടുന്നത്. നിപയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? വൈറസ് ആണ്. നിപയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി എന്ന് പറയുന്നത് വൈറസ് ആണ്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഓക്കെ, സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഘടകവുമാണ് ഹരിതകം, അല്ലെ? സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ചാണ്. ഇലകളിലാണ് ഹരിതകം അടങ്ങിയിരിക്കുക. അപ്പം എന്താണ്? സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ സസ്യങ്ങളിലാണ്. ഇലകളിലാണ്. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നതാണ്, റെഫ്ലേഷ്യ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റെഫ്ലേഷ്യ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റെഫ്ലേഷ്യ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം. പ്രകാശ സംശ്ലേഷണം PYQ ആണ്, ഇമ്പോർട്ടന്റുമാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനുമാണ് എന്ന് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ലൈഡ്, പഠിച്ചു വയ്ക്കണേ. അടുത്തത് 2 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന സസ്യങ്ങളാണ്. അപ്പൊ സസ്യങ്ങളെ പ്രധാനമായിട്ടും ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഏകവർഷി നെല്ല്, പാവല്, വെണ്ട പോലുള്ള സസ്യങ്ങളാണ്. അതായത് 1 വർഷം മാത്രമേ അവറ്റകൾക്ക് ആയുസുള്ളൂ. ദ്വിവർഷി എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം. എന്നാൽ 2 വർഷത്തിലധികം ജീവിച്ചിരിക്കുന്നതാണ് ഏത്? ബഹുവർഷ ജീവികൾ എന്ന് പറയും. ബഹുവർഷികൾ, ജീവികളല്ല, സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. 2 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നതാണ് ബഹുവർഷികൾ എന്നറിയപ്പെടുന്നത്. മാവ് ഉദാഹരണമാണ്. മാവുണ്ട്, പ്ലാവുണ്ട്, മാതളം. മാവ്, പ്ലാവ്, മാതളം, അതൊക്കെ എന്താണ്? ഉദാഹരണങ്ങളാണ്. ബഹുവർഷികൾക്ക് ഉദാഹരണം എന്ന് കാണാം. ഓക്കെ, തവളയുടെ വിസർജന അവയവം ഏതാണ്? ഇത് ഒരുപാട് ജീവികളുടെ നമുക്ക് വരാറുള്ളതാണ് എക്സാമിന്. ഒരിടയ്ക്ക് ചോദിച്ച, ഇപ്പൊ റീസെന്റ്ലി കാണാറില്ല, എന്നാലും ഒന്ന് പഠിച്ചു വെക്കുക. തവളയുടെ വിസർജന അവയവം എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. തവളയുടെ വിസർജന അവയവം എന്ന് പറയുന്നത് വൃക്കയാണ്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇത്. മിക്കവാറും ഏകവർഷികള്, ദ്വിവർഷികളൊക്കെ ആയിട്ട് മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കവാറും ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാണുന്നുണ്ട് ഏകവർഷി, ബഹുവർഷി, ദ്വിവർഷി എന്നാൽ എന്തൊക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. PYQ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.